ഹായ്, പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഏതൊരു കാര്യം നേടിയെടുക്കണമെങ്കിലും അതിന് നമുക്കൊരു പരിശ്രമം ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ആത്മീയ കൃപകൾ നേടിയെടുക്കണമെങ്കിലും അതിനൊരു പരിശ്രമം ആവശ്യമാണ്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് ഞാൻ വന്നത്. എല്ലാവരും ഈ വീഡിയോ അവസാനത്തോളം കാണണം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ തലയോളം സകലത്തിലും വളരുവാൻ ഇടവരും. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവീക പരിപൂർണതയിലേക്കുള്ള ഒരു വളർച്ചയാണ്. അതിൻ്റെ ഡെസ്റ്റിനേഷൻ യേശു എന്ന തലയോളമാണ്. യേശു എന്ന തലയോളം വളരണമെങ്കിൽ നമുക്കൊരു ആത്മീയ പക്വത ആവശ്യമാണ്. ആത്മീയ പക്വത ഇല്ലാത്തവർക്ക് യേശു ക്രിസ്തുവിൻ്റെ തലയോളം വളരുവാൻ സാധ്യമല്ല. വളരെ പെന്തക്കോസ്ത് പാരമ്പര്യമുണ്ടെന്ന് പറയുന്നവരും ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ ജ്വലിച്ചു പ്രകാശിക്കുന്നവരും വലിയ വലിയ ആത്മീയ പ്രസ്ഥാനങ്ങളിലെ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരുമൊക്കെ ആയ പലരുടെയും ജീവിതത്തിൽ യാതൊരു ആത്മീയ പക്വതയുമില്ലാത്ത പ്രവർത്തനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു ആത്മീയ പാരമ്പര്യവുമില്ലാതെ, ഒരു പെന്തക്കോസ്ത് പാരമ്പര്യവുമില്ലാതെ ഈ കഴിഞ്ഞ നാളുകളിൽ വിശ്വാസത്തിലേക്ക് വന്ന ചിലരുടെയൊക്കെ ജീവിതത്തിൽ വളരെ നല്ല ആത്മീയ പക്വത അവരുടെ പ്രവർത്തനങ്ങളിൽ കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആത്മീയ പക്വത എന്ന് പറയുന്നത് സൃഷ്ടാവായ ദൈവത്തിന്റെ മുമ്പാകെ താൻ ആരാണെന്നുള്ള ബോധ്യത്തിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന ഒരു ജീവിത വിശുദ്ധിയാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ശത്രുക്കളെ സ്നേഹിക്കുവാൻ കഴിയൂ, സഹോദരങ്ങളോട് ക്ഷമിക്കുവാൻ കഴിയൂ, സഹോദരങ്ങളോട് പക്ഷപാതപരമല്ലാത്ത രീതിയിൽ പെരുമാറുവാൻ കഴിയും, വലിയ ഭാവം നടിക്കാതെ എളിയവരെ ചേർത്ത് പിടിക്കുവാൻ കഴിയും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ എല്ലാവരെയും സ്നേഹം കൊണ്ട് കീഴടക്കുവാനായിട്ട് കഴിയൂ. കാറ്റിനെ കൊടുങ്കാറ്റാക്കുന്നവരാകാതെ പ്രശ്നത്തെ ശാന്തമായ സമീപനത്തിലൂടെ ഇടപെട്ട് അതിന് പരിഹാരം വരുത്തുന്നവനാണ് ആത്മീയൻ. പ്രശ്നങ്ങൾ മലവെള്ളം പോലെ പാഞ്ഞു വരുമ്പോൾ ഒന്ന് മാറിക്കൊടുത്താൽ മതി, അത് അതിൻ്റെ വഴിക്ക് പൊയ്ക്കോളും. ദൈവമക്കൾക്ക് പ്രതികാര സ്വഭാവം പാടില്ല കേട്ടോ. എന്ത് സംസാരിക്കണമെന്ന് ഉള്ളതിനേക്കാൾ എന്ത് സംസാരിക്കാൻ പാടില്ല എന്ന് സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥ ആത്മീയൻ. നാവ് നന്നാകണം. നമ്മുടെ നാവ് നന്നാകണമെങ്കിൽ നമ്മുടെ ഹൃദയം നന്നാകണം. കാരണം നാവല്ല സംസാരിക്കുന്നത്, ഹൃദയമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടവരും. അതിനായി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ആമേൻ.